ഹായ്, ഇന്നൊരു അടിപൊളി ക്രഞ്ചി കുക്കീസ് ആയാലോ? ഞാൻ വെറുതെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിത് അവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടറാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. 100 ഗ്രാം അളവിലാണ് ബട്ടർ എടുക്കുന്നത്. നമ്മൾ കുക്കീസൊക്കെ ചെയ്യുന്ന കുക്കീസല്ല കേക്കല്ല എന്തായാലും ചെയ്യുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ബട്ടർ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കുക്കീസ് ആയാലും കേക്ക് ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ ഇത് അതിൻ്റെ പേപ്പറിൽ നിന്നെല്ലാം ഒഴിവാക്കി ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു രീതിയിലേക്ക് മാറി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 7-8 സെക്കൻഡ് ടൈമിൽ മൈക്രോവേവ് ചെയ്ത് എടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ക്രീം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഇനി ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ശരിക്കും അളവ് പറയുകയാണെങ്കിൽ 1/2 കപ്പ് അളവിൽ മുഴുവനായിട്ടുള്ള നല്ല തരിയുള്ള പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 കപ്പ് അളവിൽ പൗഡേർഡ് ഷുഗർ കിട്ടും. അപ്പോൾ ബട്ടർ നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുക്കീസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ ഹാർഡായി പോവും. പിന്നെ ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1 കപ്പ് അളവിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ അളന്നെടുത്ത് വെച്ചതാണ്. നമ്മളിതിലേക്ക് മൈദയും ഷുഗറും എല്ലാം അളന്നെടുക്കുന്ന അതേ പാത്രത്തിൽ വേണം ഡെസിക്കേറ്റഡ് കോക്കനട്ടും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു സ്റ്റെയിനർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് അളവിൽ സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കുക്കീസാണിത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർക്കണം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് പാൽ എടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് പാലൊന്നിച്ചൊഴിക്കരുത്, ലൂസായി പോകും. അപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരിയുടെ പരുവത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മതിയാകും. ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് സെറ്റായി കിട്ടും. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് മതി. ഇനിയിപ്പോൾ ഞാനിത് കൈകൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കി കട്ടർ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ റൗണ്ട് ചെയ്തെടുക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ചെറിയൊരു അളവിലാണ്, പക്ഷേ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ വലിപ്പം വയ്ക്കും. അപ്പോൾ ഇതുപോലെ തന്നെ കയ്യിലേക്ക് ഉരുട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഷേപ്പിലേക്ക് കിട്ടും. ഇതുപോലെ ഉരുട്ടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ചിട്ട് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സൈസിലേക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇത് മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള എല്ലാ കുക്കീസും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ 170 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ടൈം എടുക്കുക. നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നോക്കുക, 20 അല്ലെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് ആയി കിട്ടും. അതുപോലെ തന്നെ പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. പാൽ കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും, കൂടി പോയിട്ടുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞു പോയിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് 170 ഡിഗ്രിയിൽ 20 മിനിറ്റ്, 170 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കീസായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കുക്കി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കേട്ടോ, കറക്റ്റ് 20 മിനിറ്റിലായിട്ടുണ്ട്. അത് പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ കുക്കീസ് വെക്കുന്നതിന് മുമ്പ് ഒരു 8 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കീസ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ആദ്യം ഒരു ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കുക, അതിനുശേഷം കൂടുതലായിട്ട് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.